നമ്മുടെ ചാനലിൽ 75% ചേച്ചിമാരാണ് കേട്ടോ. അത് കാരണം കൂടുതലും ചേച്ചിമാർ കാണാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് ചർച്ച ചെയ്യാറുള്ളത്. അങ്ങനത്തെ കാര്യങ്ങളാണല്ലോ ഞാനും ചെയ്യാറുള്ളത്. പക്ഷേ ഈ ഇടയ്ക്ക് കുറേ ചേട്ടന്മാർ വന്നിട്ട് പറയാറുണ്ട്, ശ്രീ ട്രാവൽ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഇടൂ, അല്ലെങ്കിൽ വേറെ കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ വ്യത്യസ്തമായ എന്തെങ്കിലും ചെയ്യുമെന്ന് പറയാറുണ്ട്. നമ്മളുടെ ഈ വീടിനെ ചുറ്റിപ്പറ്റി ചെയ്യുന്ന കാര്യങ്ങൾ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ചാനലിൽ വരാറുള്ളത്. അപ്പോൾ യാത്രകൾ പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും യാത്രകളുടെ രൂപത്തിൽ നമ്മുടെ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. ഇന്നുള്ള വിശേഷം എന്ന് പറയുന്നത് ചെടിത്തോട്ടവും വീടും വീട്ടിലത്തെ വിശേഷങ്ങളും കടയും ഒക്കെയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ദിവസത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് അറിയണ്ടേ? എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണു. ഞാൻ സുഖമായിട്ടിരിക്കണു. ശ്രീയാണ് കേട്ടോ. വലിയ പ്രതീക്ഷകളൊക്കെ ആയിട്ടാണ് സ്കൂൾ പൂട്ട് ആരംഭിക്കുക. പക്ഷെ ഒന്നും നടക്കാറില്ല എന്നുള്ളത് വേറെ കാര്യം. കാലത്ത് നേരത്തെ എണീറ്റാലല്ലേ എന്തെങ്കിലും നടക്കുള്ളൂ. സ്കൂൾ പൂട്ടിയാൽ നല്ല മടിയാണ് എനിക്ക് കൂട്ടാ. അതുകൊണ്ട് തന്നെ നേരം വൈകിട്ടാണ് എണീറ്റത്. നേരം വൈകി എണീറ്റാൽ തന്നെ ആകെ ഒരു ഡള്ളായിട്ടിരിക്കും. അപ്പോഴാണ് നമ്മുടെ ചന്ദനത്തിരി ഐഡിയ എൻ്റെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ചന്ദനത്തിരി കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു മണം വരുമല്ലോ. അപ്പോൾ ഞാനൊരു ചന്ദനത്തിരി അങ്ങോട്ട് കത്തിച്ചാൽ വെക്കും. പിന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ചുറ്റും, ഒരു ദൈവികമായ അവസ്ഥ. ആരൊക്കെയോ എന്തൊക്കെയോ കൂട്ടുണ്ടെന്ന് തോന്നുന്ന ഒരു അവസ്ഥ കേട്ടോ. ഇത് മാനസികമായിട്ടുള്ള തോന്നലാണ്. ഇത് എല്ലാവർക്കും കിട്ടിക്കൊള്ളണം എന്നില്ല. നമ്മളുടെ ജീവിതത്തിലത്തെ ചില കാര്യങ്ങൾ നമ്മുടെ മാനസികമായ ചിന്തകൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമുക്കത് തോന്നുന്നത്. ഇതിൻ്റെ താഴത്ത് ചന്ദനത്തിരി കുത്തിവെക്കുന്ന ഭാഗം പൊട്ടിപ്പോയി. അപ്പോൾ അവിടെ ഞാൻ കുറച്ച് മെഴുകുതിരി ഒഴിച്ചു വെച്ചു. അതിനെ വീണ്ടും റീയൂസ് ചെയ്യാം, അതിനെ കളയണ്ട എന്നുള്ളൊരു തീരുമാനത്തിലാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. നമ്മളമ്മമാരോടാണോ കളിയെന്ന്. അങ്ങനെ കുറച്ച് ദിവസമായിട്ട് വന്നിരിക്കുന്നതായിരുന്നതാണ് ഈ ഓർക്കിഡ് തൈകൾ. നമ്മുടെ ഒരു സുഹൃത്ത്, നമ്മുടെ ചാനലിലൊരു കുട്ടി എനിക്ക് അയച്ചതാണ്. ശ്രീ ചേച്ചി ഇതൊന്ന് ഷെയർ ചെയ്യുമോ ചാനലിലൂടെ? കാരണം എനിക്ക് കുറച്ചും കൂടി ചേച്ചി പരിചയപ്പെടുത്തുമ്പോൾ കുറച്ചും കൂടി വിശ്വസ്തയോടെ ആൾക്കാർ മേടിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ആ ഓർക്കിഡിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ കുട്ടി ഓൺലൈനിലായിട്ട് സെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് എങ്ങനെയാണ് നടണമെന്നുള്ളത് നമ്മൾ അവസാനം കാണിക്കണമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സിമ്പിളായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ളൊരു മെത്തേഡാണ് കേട്ടോ. സിമ്പിളായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് ഹെവിയും കൂടി ആവണം. കാരണം ഉച്ച വരെ നമുക്ക് നിൽക്കണം. കാലം ഒരു 8 മണിക്കൊക്കെയാണ് നമ്മൾ തുടങ്ങുന്നതെങ്കിൽ ഒരു 12 മണി 1 മണി വരെയൊക്കെ ഇത് നിലനിൽക്കണ്ടേ. അപ്പോൾ നമ്മൾ കുറച്ച് ഒരു റോളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചപ്പാത്തിയിലാണ് സാധാരണ നമ്മൾ ഉണ്ടാക്കാറുള്ളത്. പക്ഷെ നമ്മളിന്ന് ദോശയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ദോശമാവാണ് നേരത്തെ കലക്കി വെച്ചത്. നമ്മുടെ ഗോതമ്പും മുട്ടയും ഉപ്പിട്ടിട്ട് കലക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സുഗുണ ചിക്കൻ ഉണ്ടല്ലോ, അതാകുമ്പോൾ എല്ലില്ലാണ്ട് നമുക്ക് കിട്ടുമല്ലോ. അത് നമ്മൾ കുറച്ച് മേടിച്ച് വയ്ക്കും. മാത്രമല്ല ഇത് മേടിച്ച് വയ്ക്കുമ്പോൾ എന്താ ഉപകാരം വെച്ചിട്ടുണ്ടെങ്കിൽ 2 3 കഷ്ണമാണ് ഇവിടെ ആൾക്കാർ കഴിക്കുക. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് തയ്യാറാക്കുകയും ചെയ്യാം. അവിടെ ചെന്ന് നോക്കിയത് നമുക്കിന്ന് കറണ്ട് ഇല്ല. അപ്പോൾ ഞാൻ ഓവനിൽ വെക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ ആ പരിപാടി നിലച്ചു. നമ്മൾ ഉപ്പും മുളകും മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ട് അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച്, അതുപോലെ തന്നെ മുട്ട നമ്മൾ ഒരു ബുൾസൈ അടിച്ച് വെച്ചു. ആ എക്സ്പ്രഷൻ കണ്ടത് അപ്പുറത്തെ സംഭവം പോയപ്പോഴാണ് കേട്ടോ. മുട്ടയൊക്കെ ഗ്യാസുമ്മ പോയിട്ടുണ്ടെങ്കിൽ പറയണ്ടാ, ദൈവമേ ഒടുക്കത്തെ പണിയാവും. അത് ഒട്ടിപ്പിടിച്ചിരിക്കുകയും ചെയ്യും അപ്പം തന്നെ കളഞ്ഞില്ലെങ്കിൽ. അപ്പോൾ അത് അപ്പം തന്നെ തുടച്ചെടുത്ത് ആ പരിപാടികളൊക്കെ അപ്പം തന്നെ ചെയ്യാം കേട്ടോ. ഈ കുഞ്ഞു കുഞ്ഞു ടിപ്പുകളൊക്കെ നമ്മൾ എന്നോട് പറയാറുണ്ട്. ചേച്ചി അത് പറഞ്ഞപ്പോഴാണ് ഞങ്ങളത് ഓർത്തേന്ന് പറയാറുണ്ട്. നമ്മൾ ആദ്യമായിട്ട് ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ പുറത്ത് പോയി പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ടിപ്പുകളാണ്. മുട്ടയൊക്കെ ഉണങ്ങി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടാണ് അവിടെ കഴുകാൻ. മാത്രമല്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ പൊട്ട സ്മെല്ല് വരും. ഇവൻ പാലായാൽ പോലും കേട്ടോ. അപ്പോൾ അത് അപ്പം തന്നെ വൃത്തിയാക്കാൻ മറക്കണ്ട. അങ്ങനെ നമ്മൾ വറുത്തെടുത്ത സംഭവങ്ങൾ, കുറച്ച് തക്കാളി, അതുപോലെ തന്നെ ഒരു കഷ്ണം സവോള, മൊസറല്ല ചീസിൻ്റെ ഒരു പീസ്, പിന്നെ കുറച്ച് സോസ്. ഞാനിവിടെ നമ്മുടെ തന്തൂരി സോസും അതുപോലെ തന്നെ കുറച്ച് എന്താ പറയുക സ്വീറ്റ് സോസും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ചോപ്പർ റൂട്ടിൽ നന്നായിട്ട് അതിനെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തു. ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളാവട്ടെ അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ആവട്ടെ, അവർക്കൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു എന്താ പറയുക ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഇത്. അപ്പം നമ്മൾ ഈ മുട്ടയായ കാരണം കൊണ്ടേ പെട്ടെന്ന് ഇങ്ങനെ എന്താ പറയുക വിട്ടുപോരും നമ്മുടെ ചട്ടിമെന്ന് മുട്ട ഒഴിക്കുന്നതിന്. പിന്നെ മുട്ടയുടെ ഒരു ഫ്ലേവറും കൂടി വരുമ്പോൾ പിന്നെ ഹെൽത്തി ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഒരുപാട് ഹെൽത്തി ആകേണ്ട, ഒരുപാട് കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഒരുപാട് കലോറി കഴിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇവയൊക്കെ സാധനങ്ങളൊക്കെ ഒഴിവാക്കാം. നമുക്ക് ഫില്ലിങ് മാത്രം വെച്ചാൽ മതി. ഞാനതിൽ മുട്ടയും പിന്നെ സ്ലൈസ്ഡ് ചീസും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ ചോപ്പറ കൂട്ടനിൽ അടിച്ചെടുത്തിട്ടുള്ള ആ സംഭവം ഉണ്ടല്ലോ, അതും കൂടി വെച്ചിട്ട് നമ്മളിത് അതുപോലെ തന്നെ ഒന്ന് മടക്കി ഒരു മടക്ക് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ എന്താ പറയുക കലാഞ്ചിന്നോ അങ്ങനെ എന്തൊക്കെ പറയില്ലേ, ഒരു സംഭവം ഉണ്ടാക്കില്ലേ നമ്മൾ, ഏലാഞ്ചി, അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കില്ലേ, അതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഞാനിതുപോലെ ഒരുപാട് സ്ലൈസ് ഒന്നും കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്, സ്ലൈസ്ഡ് ചീസ് കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്ലൈസ്ഡ് ചീസ് വെക്കാണ്ട് ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഒരു 3 എണ്ണം ഉണ്ടാക്കിയ നമ്മുടെ അന്നത്തെ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റായി. ഇതെങ്ങനെയുണ്ട്? അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. മുട്ടയൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് കഴിച്ച് നോക്കൂ. അപ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു രുചി അറിയുള്ളൂ. ഇത് ചപ്പാത്തി വെക്കുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കിടക്കുന്നുണ്ട് കേട്ടോ. അമ്മ പിന്നിൽ നിന്ന് ഇങ്ങനെ കാണിച്ചാ. അപ്പോൾ ശ്രീകുട്ടൻ അംഗീകരിച്ചിട്ടുണ്ട് അടിപൊളിയാണെന്നുള്ള കാര്യം. പൊതുവെ ഞാൻ ചപ്പാത്തിയുടെ ഉള്ളിലാണ് വെച്ച് കൊടുക്കാറുള്ളത്. ഇന്നിപ്പോൾ ഞാൻ ചപ്പാത്തി ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മുടെ ദോശ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തെന്ന് മാത്രം. പിന്നെ കഴിക്കുമ്പോഴും പല്ലിനൊക്കെ കുറച്ചൊരു ആയാസം കെട്ടിക്കോട്ടെ എന്ന് വിചാരിക്കും.
ജീവിതത്തിൽ ഒരുപാട് ഇമോഷണലി അറ്റാച്ച്ഡ് ആയി പോയിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാരുടെ അടുത്ത് അറ്റാച്ച്ഡ് ആയി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് വേറെ കാര്യങ്ങൾക്ക് ഉരുത്തിരിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു രൂപമാണ് നമ്മുടെ ശ്രീകുട്ടൻ എന്ന് പറയുന്നത്. അങ്ങനെ അവൻ്റെ അടുത്തുനിന്ന് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞ് അവൻ്റെ അടുത്ത് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് അമ്മ ഫുഡ് ഉണ്ടാക്കിയിട്ട് വായോ നമുക്ക് എന്നിട്ട് കളിക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരനായിട്ടാ. അപ്പോൾ നമ്മളിന്ന് എനിക്ക് സുഗുണ ചിക്കൻ മേടിച്ചപ്പോൾ ഇവിടെ അടുത്തുള്ള ഒരു ചേട്ടനാണ് കൊണ്ടുവരുന്നത്. ചേട്ടൻ കൊണ്ടുവന്നതാണ് ഈ ലിവർ കേട്ടോ. ലിവർ ഭാഗ്യന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ലിവർ ഞാനൊന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പൊതുവേ ലിവർ കഴിക്കുന്നത് നല്ലതല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മൾ കൊല്ലത്തിൽ ഒരു വട്ടമൊക്കെയാണ് ഈ ഒരു പരിപാടി ചെയ്യാറുള്ളത് കേട്ടോ. അധികമായാലോടോ വിഷമുള്ളൂ, കുറച്ചായാൽ അതൊക്കെ കുഴപ്പമില്ല. നീ വല്ലപ്പോഴൊക്കെ ആഗ്രഹങ്ങൾ തീർക്കണ്ടേ. അപ്പോൾ ഒരു സവാളയും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇതിനൊന്ന് വേവിച്ചെടുക്കുക. ഒരൊറ്റ വിസിൽ മതി, അതിനുള്ളിൽ നമുക്ക് സംഭവം വെന്ത് വരും കേട്ടോ. പിന്നെ നമ്മൾ ചെറുള്ളിയിലാണ് എല്ലാം ഉണ്ടാക്കിയെടുക്കുക. ഈ പാത്രത്തിൻ്റെ ലിങ്ക് കുറേ പേരായി ചോദിക്കണു, ഞാൻ കുറേ വട്ടമായി പറയണു, നിങ്ങൾ കാണാത്ത കാരണം കൊണ്ടായിരിക്കും. ഇത് നമുക്ക് ഇൻസ്റ്റാ പേജ് യൂട്ടൻസിൽസ് ബൈ ബാർക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള പേജിന് അയച്ചു തന്നതാണ്. ഇനിയിപ്പോൾ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറയൂട്ടോ. ഇതുപോലത്തെ ഒരുപാട് പാത്രങ്ങൾ നമ്മളെ കയ്യിലുണ്ട്. നോൺ സ്റ്റിക്ക് അല്ല, എന്നാൽ ഇതൊരു ഇൻഡാലിയം എന്താ പറയുക, നമ്മുടെ ഇതല്ല, കാസ്റ്റ് അയണും അല്ല. അയ്യോ അപ്പം അതിൻ്റെ ഇടയിൽ നമ്മുടെ കറി വെച്ച് കഴിഞ്ഞല്ലോ. നമ്മൾ ഉള്ളി ഇട്ടു, അതിൽ എന്താ പറയുക പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടിയൊക്കെ ഇട്ടു, കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്ത് വേവിച്ച് വെച്ച ആ സംഭവം അതിൽ ഇട്ട് കൊടുത്ത് ഇളക്കി കൂട്ടിയപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടോ. അപ്പോഴാണ് ദിനേശ് ചേട്ടൻ കടയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പടവലങ്ങിയും അതുപോലെ തന്നെ കുമ്പളങ്ങിയും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഞാൻ പറയില്ലേ നമ്മുടെ ഇവിടെ പടവലങ്ങിയും കുമ്പളങ്ങിയാണ് ഇപ്പോൾ കൃഷി വന്നിട്ടുള്ളതെന്ന്. കായൊക്കെ ഇരിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അവിടെ നിന്നൊക്കെ എല്ലാ പറമ്പുകളിൽ നിന്നും കളക്ട് ചെയ്തിട്ട് ആൾ ഇവിടെ അടുത്തൊരു കടയിലേക്ക് ഹോൾസെയിലിൽ പച്ചക്കറികൾ കൊടുക്കാൻ വരും. അപ്പോൾ ആ വഴിക്ക് നമ്മുടെ ഇവിടെ നിന്ന് പച്ചക്കറികൾ കയറ്റി കടയിലേക്ക് കൊണ്ടു. അങ്ങനെയാണ് കേട്ടോ. അതാണ് ദിനേശ് ചേട്ടൻ, നമ്മുടെ സാരഥിയാണ്. 1-2 മാസമായി നമ്മുടെ കൂടെ കൂടിയിട്ട്. അപ്പോൾ സാധേട്ടൻ സംഭവങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ദിനേശ് ചേട്ടനെ വിട്ടു. അപ്പോൾ ഇന്ന് കരൾ കറി ഉണ്ടല്ലോ, പിന്നെ കുറയ്ക്കേണ്ട മീനായിക്കോട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് ദിവസമായി മേടിച്ച് വെച്ചിട്ട് ഇനി ഇരുന്നാൽ ഈ സംഭവം കേടാവുമെന്ന് തോന്നി. കരിമീനാണ്. നമ്മുടെ വീട്ടിൽ ആരും കഴിക്കില്ല, ഭാഗ്യം മാത്രമേ കഴിക്കുള്ളൂ. സത്യം പറഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ വീട്ടിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ അത് വറുത്തത്. ശ്രീകുട്ടൻ്റെ പോലും ഇത് ഇഷ്ടമല്ല. കരിമീനൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊക്കെയാണ് പറയുക. പക്ഷേ നമ്മുടെ വീട്ടിൽ ഈ പുഴമീനുകൾ കഴിക്കുന്നത് വളരെ കുറവാണ് കേട്ടോ. പിന്നെയും കഴിക്കാൻ നമ്മുടെ മണിക്ക് പോലും ഇത് അത്രയ്ക്ക് വലിയ താല്പര്യമില്ല. പിന്നെ ഞാനൊരു വിധത്തിൽ മേടിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാഗ്യം മേടിച്ചു കൊണ്ടുവന്നതല്ലേ സ്നേഹത്തോടെയെന്ന് വിചാരിച്ച് നമ്മളത് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. എനിക്കിത് നന്നാക്കാനും വലിയ താല്പര്യമൊന്നുമില്ല, എന്നാലും നമ്മളത് സെറ്റാക്കി കേട്ടോ. ഭയങ്കര വിലയുമാണ്, എന്നാൽ എനിക്ക് ഇഷ്ടമില്ല. എന്താണെന്നറിയില്ല, ചിലപ്പോൾ എനിക്ക് ഇഷ്ടമില്ലാത്തതുണ്ടാവും ഇതിന്. കരിമീൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ വരുന്നവർ ആദ്യം പ്രിഫർ ചെയ്യുന്ന ഒരു ഫുഡാണ് കരിമീൻ വറുത്തത് എന്നൊക്കെ പറയുന്നത്. ആലപ്പുഴയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അല്ലേ. അങ്ങനെ നമ്മളത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. വിശാലമായ കാട് അവിടെ കത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കാണിച്ചിട്ട് കാണണ്ടോ കത്തിച്ചത്. മണിക്ക് അവിടെ കിട്ടിയാണ് ഭക്ഷണം കൊടുത്തോണ്ട് കേട്ടമ്മ. നമ്മളുടെ മണി എൻ്റെ കുട്ടി മണീൻ്റെ അത്രയേ ഇപ്പോഴും പാല് കുടിക്കാട്ടോ. നാണല്ലേടി നിങ്ങക്ക്? ശ്രീകുട്ടൻ്റെ വിവരണമല്ലേ. അപ്പോൾ ശ്രീകുട്ടൻ മീൻ നന്നാക്കുന്നത് നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ മീൻ ആൾക്കും ഇഷ്ടമില്ല, അതെന്നോട് മുമ്പേ പറഞ്ഞായിരുന്നു, അമ്മ എനിക്ക് ഈ മീൻ വേണ്ടാട്ടാന്ന്. ആൾക്ക് നല്ല ചാള വറുത്തത്, അതാണ് ആളുടെ ഏറ്റവും ഫേവറേറ്റ്. എനിക്കും അതെ കേട്ടോ, നല്ല ചാള വറുത്തത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ കാശ്മീരി ചില്ലിയും പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കി വെക്കുന്ന കാരണം കൊണ്ട് പിന്നെ എല്ലാത്തിലേക്കും അതങ്ങോട്ട് പൊക്കോളും. പിന്നെ സാധാരണ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിലേക്ക് വറക്കാൻ വേണ്ടി ഉപയോഗിക്കണുള്ളൂ. വാഴയിലൊന്നും പൊള്ളിച്ചാൽ ഭാഗ്യം കഴിക്കില്ല. ഭാഗ്യം നല്ല ഫ്രൈ ആയിട്ട് കരുമുരാന്നിരിക്കണം. നമ്മൾ ചേച്ചിമാരെ ഇടയ്ക്കിടയ്ക്ക് ശ്രീ അങ്ങനെ ചെയ്ത് നോക്കും ഇങ്ങനെ ചെയ്ത് നോക്കും എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇടാറുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ, ചെയ്ത് നോക്കണം എന്ന് വിചാരിക്കാറുണ്ട്. പക്ഷേ ഈ സംഭവം നമ്മളൊരു രീതിയിലല്ലാതെ മറ്റൊരു രീതിയിൽ ഭാഗ്യം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഭാഗ്യം വയ്ക്കും മോനെ അന്ന് വെച്ചില്ല അതുപോലെ വെക്കൂ എന്ന് പറയും. അപ്പോൾ പിന്നെ ഞാൻ പരീക്ഷണങ്ങൾക്ക് മുതിരാറില്ല. ചേച്ചിമാർക്ക് എന്തെങ്കിലും കാണിച്ചു തരണം എന്നുണ്ടെങ്കിലാണ് ഞാൻ പരീക്ഷണങ്ങൾക്ക് മുതിരുള്ളൂ കേട്ടോ. പിന്നെ പരീക്ഷണങ്ങൾ വിജയിച്ചതാണ് പലതും നിങ്ങൾ കാണാറുള്ളൂ, ഫ്ലോപ്പായത് നിങ്ങൾ കാണാറേ ഇല്ല. അപ്പോൾ ഫ്ലോപ്പ് ആവാറുണ്ട് ഒരുപാട് കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ അതിനൊക്കെ ഉപ്പും മുളകൊക്കെ തേച്ച് കുറച്ച് നേരം വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ഫുഡ് കേട്ടോ. ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടില്ല. എന്തായാലും നമുക്കൊന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും പോവാനും ഒക്കെ ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു ബർത്ത്ഡേയും കൂടി അറ്റൻഡ് ചെയ്യണം. ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ഗേൾ ജാനിക്കുട്ടി. ജാനിക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് ഇത്. പാപ്പൻ്റെ മകൻ്റെ മകളാണ് കേട്ടോ ജാനിക്കുട്ടി എന്ന് പറയുന്നത്. ഇതാണ് പാപ്പൻ. ആ നിൽക്കുന്ന ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് വിഷ്ണുവാണ് അനിയൻ്റെ വൈഫ്. അപ്പുറത്തേക്കുന്നത് മഞ്ജുട്ടാ. അപ്പോൾ ഞങ്ങളെല്ലാവരും പറയാറില്ലേ ഒരേ ഒരു ഏരിയയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്.
ജാനിക്കുട്ടിയുടെ അച്ഛൻ അതായത് വിഷ്ണു ഗൾഫിലാണ്, അനിയൻ ഗൾഫിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ അനിയന്മാരെല്ലാവരും ഇപ്പോൾ ഓൾമോസ്റ്റ് ഗൾഫിലാണ്. അപ്പോൾ അച്ഛൻ വരുമ്പോഴേക്കും ഞങ്ങൾ ബർത്ത്ഡേ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഇത് മേമ ബലൂൺ പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ വരുമ്പോഴേ പൊതുവേ നമ്മൾ ദൈവമേ കാത്തുകൾ ഗംഗ കൈവിടാതെ നിന്ന് ഞങ്ങളേന്ന് പാടിയിട്ടാണ് തുടങ്ങാറുള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും അണിനിരന്ന് കേക്ക് മുറിച്ചിട്ട് ഇനി ബാക്കി വിശേഷങ്ങളിലേക്ക് കാണാട്ടാ. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞി വലിയ ഫാമിലി എന്ന് പറയുന്നത്. ഒരുപാട് ഇളച്ചന്മാരും അമ്മായിമാരും ഒക്കെ ഉള്ള കാരണം കൊണ്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഫാമിലിയാണ് കേട്ടോ. ഇതിലിപ്പോൾ വെറും 1% ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളവിടെ താമസിക്കുന്ന ആൾക്കാർ മാത്രമാണ്, ചുറ്റുവട്ടത്തുള്ള അയൽപ്പക്കക്കാരും ബന്ധുക്കാരും ഒക്കെ നമ്മൾ ഒന്നായ കാരണം കൊണ്ട് അവർ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ വയറ് നിറയെ ബിരിയാണിയൊക്കെ തട്ടി നമ്മൾ നേരെ വീട്ടിൽ പോയി. നടക്കാനുള്ള ദൂരമുള്ളൂ കേട്ടോ, തൊട്ടപ്പുറത്തെ വീട് തന്നെയാണ്. അവിടെ നിന്ന് നമ്മൾ കുറച്ച് പരിപാടികളൊക്കെ കഴിച്ച് നമ്മൾ പിന്നെ വന്നത് ഈ പോട്ട് മേടിക്കാനാണ്. നമുക്ക് ഓർക്കിഡ് നടേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ പോട്ട് മേടിക്കാമെന്ന് വിചാരിച്ച് വേഗം ഇങ്ങോട്ട് പോന്നു. ആ പോട്ട് മേടിച്ചു. അത് നമ്മൾ പോസ്റ്റ് ഓഫീസ് മണ്ണുത്തി പോസ്റ്റ് ഓഫീസ് റോഡിലുള്ള ഇടതുവശത്തുള്ള വിഞ്ചോ പ്ലാസ്റ്റിക്സിൻ്റെ അവിടെ നിന്നാണ് മേടിച്ചത്. അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് നമ്മൾ ഇവിടെ റോക്ക് സ്റ്റോണിൽ കയറി, റോക്ക് സ്റ്റോണാന്ന് തോന്നുന്നു, അവിടെ കയറി നോക്കട്ടെ ഏട്ടാ ഞാൻ എന്തിട്ടാണ്, അതെ സ്റ്റോൺ ആൻഡ് റോക്സ് ആണ്. അവിടെ കയറി നാദറിനെ കണ്ടു. നാദറിൻ്റെ എന്നാണ് നമ്മൾ ഇതൊക്കെ മേടിച്ചത് കേട്ടോ. നമുക്ക് കുറേ സംഭവങ്ങൾ മേടിക്കാണ്ടായിരുന്നു. അപ്പോൾ നാദറിനോട് ചോദിക്കായിരുന്നു, ചേച്ചി നമുക്ക് മുറ്റം സെറ്റപ്പ് ആക്കണ്ടേന്ന്. അപ്പോൾ അവിടെ കരിങ്കല്ല്, നമ്മുടെ വെട്ടുകല്ലിൻ്റെ തറകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് വീണ്ടും നമ്മൾ എത്തിയിരിക്കുന്നത് അലിബാബയിലാണ്. എന്തിനാ എത്തിയിരിക്കുന്നതെന്നറിയോ? നമ്മൾ നമ്മുടെ കുനാഫ കഴിക്കാൻ വേണ്ടിയിട്ട്. കുനാഫ ഒരെണ്ണമല്ല കേട്ടോ, 2 എണ്ണം. ഞാൻ കഴിച്ചില്ല, ഞാൻ അനിയൻ്റെ കല്യാണമാണ്. അപ്പോഴേക്കും തടിയൊക്കെ ഒന്ന് കുറയ്ക്കണം എന്നുള്ള ഒരു എന്താ പറയുക മാനസികമായ പിരിമുറുക്കത്തിൻ്റെ ഭാഗമായി എനിക്ക് അത് കഴിക്കാൻ പറ്റിയില്ല. ഒരു തുണ്ട് കഴിച്ചുള്ളൂ. പക്ഷെ എനിക്ക് കുനാഫ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഭയങ്കര റേറ്റാണ് അവിടെ. 330 രൂപയാണ് ഒരു കുനാഫയ്ക്ക്. അലിബാബയുടെ ആംബിയൻസ് അടിപൊളിയാണ് കേട്ടോ. നമുക്ക് അവിടെ അങ്ങനെ ഒരുപാട് സംഭവമൊക്കെ കിട്ടും. ഞാൻ മുമ്പും കാണിച്ചു തന്നിട്ടൊന്നും തോന്നുന്നു. ഇതിൽ നമുക്ക് പസിൽസ് കളിക്കാം, അതുപോലെ തന്നെ വേർഡ്സുകൾ ഫൈൻഡ് ചെയ്യാം. നേരം പോണത് അറിയില്ല. ശ്രീകുട്ടനും ഞാനിരുന്ന് അടിപൊളിയായിട്ട് കുറേ നേരം എൻജോയ് ചെയ്തു അവിടെ ഇരുന്നിട്ട്. അങ്ങനെ പിന്നെ നമ്മൾ കുനാഫ വന്നു, ചായ കുടിച്ചു. ഞാനൊരു കാപ്പി കുടിച്ചു. എനിക്ക് പൊതുവേ കാപ്പിയാണ് ഇഷ്ടം. കാപ്പി കുടിച്ചു. പിന്നെ നമ്മൾ കുനാഫ കഴിക്കാൻ വേണ്ടിയിട്ടും പിന്നെ അവിടെ നിന്ന് വൈകുന്നേരം ആകുമ്പോൾ ശ്രീകുട്ടനെ കഴിക്കാൻ വേണ്ടി ഒരു ഫ്രൈഡ് റൈസ് ഇല്ലാണ്ട് നമ്മൾ ഹോട്ടലിൽ അങ്ങനെ പ്രശ്നമില്ല കേട്ടോ. പക്ഷേ കുനാഫ അടിപൊളിയാണ് കേട്ടോ. ഇവിടുത്തെ നല്ല ടേസ്റ്റ് ഒക്കെ ആണ്. പക്ഷെ നമുക്ക് ഉണ്ടാക്കാവുന്നതായ കാരണം കൊണ്ട് ഞാൻ പൊതുവേ ഞാൻ അത്തിരി പിശിക്കായ കാരണം പ്രത്യേകിച്ച് ഭക്ഷണ സാധനങ്ങളിൽ ഞാൻ അത്യാവശ്യം നല്ല പിശിക്കുകയാണ് കേട്ടോ. കാര്യം നമ്മൾ ജീവിക്കുന്നത് നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും ഈ സംഭവം ഇതിനേക്കാൾ രുചിയിൽ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ഒരു കുറ്റബോധം എനിക്കുണ്ടായിരുന്നു കഴിച്ചു കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഭാഗ്യം പറയണ്ടായി, മോനെ ഇതിന് ഉണ്ടാക്കിയാൽ മതി, നമുക്ക് ഇവിടെ നിന്ന് മേടിച്ച് കഴിക്കേണ്ടതാണ്. പക്ഷെ അപാര ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അവിടുത്തെ ഫുഡൊക്കെ എല്ലാം നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഭാഗ്യനും ശ്രീകുട്ടനും കുനാഫയായിട്ടുള്ള മൽപ്പിടുത്തത്തിലാണ് കേട്ടോ. നല്ല ടേസ്റ്റോടു കൂടെ ആസ്വദിച്ച് ഒരുപാട് മധുരമായ കാരണം കൊണ്ട് ഞാൻ വിഷമത്തോടെ നോക്കിയിരിക്കുകയും ചെയ്തു. എന്നാലും വല്ലപ്പോഴൊക്കെ പോയിട്ട് നമ്മുടെ പിള്ളേരൊക്കെ എൻജോയ് ചെയ്യാനും അവരുടെ മൈൻഡൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവർക്ക് എന്താ പറയുക ഒരു ചേഞ്ച് വരില്ലേ, അതിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഇതുപോലത്തുള്ള സിറ്റുവേഷൻസ് ഒക്കെ മാറ്റി കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇടയ്ക്ക് വീട്ടിൽ നിന്നും ഇടയ്ക്ക് ഹോട്ടലിൽ നിന്നൊക്കെ ആയിട്ട് ഇതൊക്കെ ചേച്ചിമാർ പറഞ്ഞു തരുന്ന ടിപ്പുകളാണ് കേട്ടോ. ഞാൻ എപ്പോഴും വീട്ടിൽ മാത്രം ഒതുങ്ങി കൂടുന്ന ആൾക്കാരായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പുറത്തു പോകും ശ്രീ എന്ന് പറയാറുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഈ ആവശ്യങ്ങൾക്ക് നമുക്ക് ഒരുപാട് ദൂരം പോകണ കാരണം കൊണ്ടേ ഈ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ പോകുമ്പോഴാണ് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ നാട്. ശ്രീകുട്ടൻ്റെ പല്ലെടുക്കാൻ പോവാ, 12ാമത്തെ പല്ലാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുര്യൻ ഡോക്ടറുടെ ദന്താശുപത്രിയിലെത്തി. ശ്രീകുട്ടൻ്റെ അണപ്പല്ല് ഒരെണ്ണം ഇളകുന്നുണ്ടായിരുന്നു, അതെടുക്കാൻ വേണ്ടിയിട്ട്. കുട്ടികളുടെ അണപ്പല്ല് എപ്പോഴും നമ്മൾ ഇത്തിരി സൂക്ഷിക്കണം കേട്ടോ. അത് അത്യാവശ്യം നല്ല രീതിയിൽ പ്ലക്ക് ചെയ്തിരിക്കുന്നതായിരുന്നു ഡോക്ടർ പറഞ്ഞു. അത് കാരണം നമ്മൾ അണപ്പല്ല് എടുക്കാൻ വേണ്ടിയിട്ട് ഡോക്ടറെ എടുത്തിക്കാണ് പോകുന്നത്. കുര്യൻ ഡോക്ടർ ഉണ്ടായിരുന്നില്ല, അവിടെ ഈ ഡോക്ടറാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ കുറേ വീരവാദങ്ങളൊക്കെ പറഞ്ഞ് ചടവടയെന്ന്
പണ്ടൊക്കെ ഞാൻ പെട്ടെന്ന് എടുക്കായിരുന്നു. ഞാൻ പറയില്ലേ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. അത് അവനോട് ഇത്തിരി അധികമുള്ള കാരണം കൊണ്ട് എനിക്കിപ്പോൾ പല്ലെടുക്കുമ്പോഴും അവൻ കരയുമ്പോഴും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അത് കാരണം നമ്മൾ പതുക്കെ ഹോസ്പിറ്റലിൽ പോയിട്ട് എടുത്തു. ഞങ്ങൾ രണ്ടാളും കൂടി പോകുന്നതേ നമുക്ക് ആ ഓർക്കിഡ് നടണ്ടേ, അതിന് വേണ്ടിയിട്ട് കരി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നാടും വീടും ഒക്കെ കാണാറില്ല, ശ്രീ ചുറ്റുവട്ടമൊന്നും കാണിച്ചു തരാറില്ല എന്നുള്ള പരാതി എല്ലാവരും പറയുന്ന കാരണം കൊണ്ട് അവിടുന്ന് അങ്ങനെ ആ വഴിക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡെൽസി ആൻറ്റി ഇതേ പോടും. ഡെൽസി ആൻറ്റി താഴത്ത് വീണില്ലേ, ഒന്നും പറ്റിയില്ല. ആളുടെ ചേക്കല്ല നിന്നാടെ അതിനെ പറയാ ഈ ഇതൊക്കെ ഉണക്കാടണേനെ, നമ്മുടെ റബ്ബർ ഷീറ്റ് ഉണക്കാടണേനെ. അപ്പോൾ മുകളിൽ കാണുന്ന റബ്ബർ ഷീറ്റിന്റെ കുറച്ച് ഭാഗം ഡെൽസി ആൻറ്റിയുടെ സന്യങ്ങളുടെ ഒക്കെയാണ്. അപ്പോൾ അവിടെ നിന്ന് നോക്കിയപ്പോൾ അവിടെ കരിക്കട്ടയൊന്നും ഇല്ല. അങ്ങനെ സദേട്ടനെ കൂടെ കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ്, ഇത് ഇളയമയുടെ വീടാണ്. ഈ 2 വീടാണ് നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ളത്. ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്. എന്നാലും ചോദിക്കുമ്പോൾ ശ്രീ വീടിന്റെ അയൽപ്പക്കക്കാരൊന്നും ഇല്ലെന്ന്. ഉണ്ട്, പക്ഷെ നമുക്ക് കുറച്ച് നീങ്ങിയിട്ടാണെന്ന് മാത്രം. തൊട്ടപ്പുറത്ത് ഒരു ഇളയച്ചൻ്റെ വീടും ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് നമുക്ക് ഒന്നും കിട്ടിയില്ല. അങ്ങനെ ഞാൻ കുറച്ച് ചാണകവും പിന്നെ നമ്മുടെ വീടിന്റെ പറമ്പിലൊക്കെ കത്തിച്ചിട്ടുള്ള കുറച്ച് കരിയുടെ എന്തിലും ഉണക്ക ചാണകം ഇടുന്നതുകൊണ്ട് കുറച്ച് ഉണക്ക ചാണകം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഒന്നിൻ്റെ ആവശ്യമില്ല, ഓട്ടുമുറി മാത്രമേ വേണ്ടൂ എന്നാണ് പറയാറുള്ളത്. ഇതാണ് കേട്ടോ നമ്മുടെ ഓർക്കിഡിന്റെ തൈകൾ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി തൈകളാണ്. ഇങ്ങനത്തെ എല്ലാ തൈകളും തന്നെയാണ് ആൾ കൊടുക്കുന്നത്. ആളുടെ പേജ് ഞാൻ താഴെ മെൻഷൻ ചെയ്യാം കേട്ടോ. മാത്രമല്ല നമ്മൾ സ്ക്രീനിൽ ഫോൺ നമ്പർ എഴുതി കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിച്ചോളൂ കേട്ടോ. 10 തൈയുടെ കോംബോക്ക് 1100 രൂപയും 15 തൈയുടെ തൈകളിലേക്ക് 1650 രൂപയായിട്ട് ഇപ്പോൾ ഒരു കോംബോ ഓഫർ നടക്കുന്നുണ്ടെന്ന് കുട്ടി പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മുടെയൊക്കെ ഒരു ഫാമിലി ഫ്രണ്ടാണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്തോളാളെ. ഓൾ ഇന്ത്യ ഉണ്ട് കേട്ടോ. ശ്രീകുട്ടൻ്റെ സ്വിമ്മിംഗ് പൂളൊക്കെ കഴുകുന്ന തിരക്കില്ല. നമുക്കിവിടെ വെള്ളം കുറവായ കാരണം കൊണ്ട് സ്വിമ്മിംഗ് പൂളിൽ വെള്ളം അടിച്ചിടുന്നതും പൊതുവെ കുറവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ചട്ടികളാണ് മേടിച്ചിരിക്കുന്നത്. ഇതിനേക്കോളം കുറച്ചും കൂടെ ചെറിയ ചട്ടികളായിരിക്കും നല്ലത്. കാരണം ചെടികൾ നന്നായിട്ട് പിടിച്ച് വേരൊക്കെ പുറത്ത് വരുമ്പോൾ നമ്മൾ മാറ്റി നടുന്നതായിരിക്കും നല്ലത്. ചിലപ്പോൾ ഞാൻ തിരക്കായ കാരണം കൊണ്ട് മാറ്റി നടാൻ സമയം കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇതിൽ വെക്കുന്നത്. ഇതിൽ വെറുതെ നമ്മുടെ ആ പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു ചട്ടി ഉണ്ടല്ലോ, കുട്ടിച്ചട്ടി, അത് നമ്മൾ റിമൂവ് ചെയ്തിട്ട് വെറുതെ ഓട്ടുമുറി ഇട്ടിട്ട് വേരൊക്കെ പുറത്ത് കാണുന്ന രീതിയിൽ നമ്മൾ പ്ലാന്റ് ചെയ്താൽ മതി. അത്യാവശ്യം നല്ല വെയിൽ വേണം. 3-4 മണിക്കൂർ വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് നമ്മൾ ഓർക്കിഡുകൾ നടേണ്ടത് കേട്ടോ. വാൻഡ, അതുപോലെ തന്നെ നമ്മുടെ ഡാൻസിങ് ഗേൾ, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള പല വെറൈറ്റികളിലുള്ളത് ആ കുട്ടിയുടെ പേജിൽ ആ കുട്ടി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. ആ കുട്ടിയുടെ എന്താ പറയുക ഇൻസ്റ്റാ പേജിൻ്റെ ലിങ്കും ഫോൺ നമ്പറും ഒക്കെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആവശ്യമുള്ളവർ, ഒരുപാട് ചെടീനെ ആവശ്യമുള്ളവരാണെന്നെങ്കിൽ, ഒരുപാട് ചെടീനെ സ്നേഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഓർക്കിഡ് ഒരു അടിപൊളി ഓപ്ഷനാണ് കേട്ടോ. കാരണം എപ്പോഴും പൂവുണ്ടാവുകയും ചെയ്യും. നമുക്ക് ഒരുപാട് പരിചരണമോ ആവശ്യമില്ല. ഇങ്ങനെ മാറ്റി വെക്കല അല്ലെങ്കിൽ മണ്ണ് കുത്തി കൊടുക്കല. എപ്പോഴും അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ എന്തെങ്കിലും മിറാക്കളൊക്കെ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് പൂക്കൾ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ മനസ്സിന് ഭയങ്കര സന്തോഷം ഉണ്ടാവുന്ന, അഥവാ പൂക്കൾ ഉണ്ടായാൽ തന്നെ കുറേ നാൾ നിൽക്കുന്ന ഒരു തരം ചെടിയാണ് നമ്മുടെ ഓർക്കിഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എപ്പോഴും പൂവുണ്ടായി മനസ്സിനെ സന്തോഷിപ്പിക്കും. അങ്ങനെ അതൊക്കെ നട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും സ്യൂഡോമോണാസ് പോലെയുള്ള നമ്മുടെ ഫംഗിസൈഡ്സ് ഉണ്ടല്ലോ, അതൊന്ന് തെളിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. എല്ലാ ചെടികൾക്കും ഇപ്പോൾ അത് തെളിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മൾ പ്ലാന്റ് ചെയ്യുന്നേക്കാളും മുമ്പ് ചെടി നശിച്ചു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടേ. അതിനുശേഷം നമ്മൾ ഏതെങ്കിലും ഒരു മരത്തുമ്മ കൊണ്ട് അറ്റാച്ച് ചെയ്യാണ് ചെയ്യാറുള്ളത് കേട്ടോ. എനിക്ക് എപ്പോഴും ചെടികൾ നമ്മുടെ അടുക്കള വശത്ത് നിൽക്കുന്നത് കാണാനാണ് ഇഷ്ടം. കാരണം നമ്മുടെ പൂക്കളും കാടും, നമ്മുടെ കാട് അടുക്കള വശത്താണല്ലോ, അപ്പോൾ പിന്നാമ്പുറത്താണല്ലോ. അപ്പോൾ ഇവിടെ പൂക്കൾ ഉണ്ടാവുന്നതാണ്. എനിക്ക് അവിടെ കുറച്ച് പ്ലാന്റ് 5-6 തരത്തിലുള്ള ഓർക്കിഡുകളുണ്ട്. ഇപ്പോൾ ഡാൻസിങ് ഗേൾ, അതുപോലെ തന്നെ വാൻഡ, അങ്ങനെ കുറച്ചുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇവരും കൂടി നമ്മൾ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഈ ഒരു സംഭവം? അടിപൊളിയല്ലേ? ഇതിനെ ഇങ്ങനെ കേരയുടെ വെള്ളി കൊണ്ട് കെട്ടുക, എന്നിട്ട് നമ്മുടെ ആ മാവുമ്മ വെക്കുക. പിന്നെ നമ്മൾക്ക് 2-3 കൊണ്ട് ഫ്രണ്ടിൽ നമുക്ക് ഇലഞ്ഞി നിൽക്കുന്നുണ്ട്. ഇലഞ്ഞിയല്ല, അതിനെന്താ പറയുക, മഹാഗണിയാന്ന് തോന്നുന്നു. അവിടെയും കൊണ്ട് കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഓർക്കിഡിൻ്റെ പ്ലാന്റിങ് എന്ന് പറയുന്നത്. അപ്പോൾ ചെടികളുടെ പരിചരണം ഇതുമ്പോൾ പൂവുണ്ടാകുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഞാൻ വീണ്ടും കാണിച്ചിരുന്നതായിരിക്കും പൂവുണ്ടായി എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് പൂക്കളെയും അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് കൃഷിയൊക്കെ ചെയ്യുന്ന കാരണം കൊണ്ട് നമുക്ക് ഫാം സ്റ്റോർ കുറച്ച് പ്രൊഡക്റ്റ് അയച്ചു തന്നിട്ടുണ്ട്. അവരുടെ പേജാണിത് കേട്ടോ. ഞാൻ നമ്പറും കൊടുക്കാം. നിങ്ങൾ ചോദിക്കാറില്ലേ എങ്ങനെയാണ് പൂക്കളിൽ എങ്ങനെയാണ് ധാരാളം പൂക്കൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ കൃഷിക്ക് വിളകളൊക്കെ ഇത്രയധികം ഉണ്ടാവുന്നത് എങ്ങനെയാണ് എന്ന് ചോദിക്കാറില്ലേ? നിങ്ങൾക്ക് വേണ്ട എല്ലാ ഡീറ്റെയിൽസും ഇവർ തരും. എനിക്ക് ഇവർ അയച്ചു തന്ന കുറച്ച് പ്രൊഡക്റ്റാണ് നമ്മുടെ ചെടികൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പച്ചക്കറികൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും. നിങ്ങൾക്കിനി നമ്മുടെ കൃഷിയെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റുകളോ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പേജിൽ നിങ്ങൾക്ക് അവർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. ഒരുപാട് പ്രൊഡക്റ്റുകൾ അവരിൽ അവൈലബിൾ ആണ്. അവരുടെ നമ്പറും കാര്യങ്ങളും ഇതുപോലെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നമ്പർ ഞാൻ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്.
ഇനി ഫാം സ്റ്റോറിൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ ഞാൻ യൂസ് ചെയ്യുമ്പോൾ ഒന്നും കൂടി കാണിച്ചു തരാം കേട്ടോ. എനിക്കും അത് യൂസ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. നമ്മൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ നന്നായിട്ട് വെള്ളവും വളവും കൊടുത്താൽ മാത്രമാണ് നല്ല ഭംഗിയിൽ പൂക്കൾ ഉണ്ടാവുള്ളൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഈ വെള്ളം എന്നും ഒഴിക്കൽ കുറച്ച് ബുദ്ധിമുട്ടായ കാരണം നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ മേടിച്ചൊരു കുന്ത്രാണ്ടാണിത്. പക്ഷേ ഇത് മക്കളെ ഉപയോഗിക്കാനായിട്ട് നല്ല പണിയാടോ. ഇത് ലീക്ക് വരുന്നുണ്ട്, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇത് നമുക്കിങ്ങനെ മണ്ണിൽ ഡ്രിപ്പ് ഇറിഗേഷൻ പോലെ ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇത് എന്താ പറയുക, ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ്. നമുക്കൊരു 120 രൂപ 130 രൂപ ഒരു പാക്കറ്റിനുള്ളൂ. ഇതുപോലെ നമ്മുടെ കുപ്പി എടുക്കുക, ആ കുപ്പിയിൽ ഇത് അറ്റാച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ ബാക്ക് സൈഡ് ഇതിൻ്റെ കട്ട് ചെയ്ത് കളയുക കുപ്പിയുടെ. എന്നിട്ട് അതിൽ വെള്ളം ഒഴിക്കുക. അതുപോലെ നമ്മളിപ്പോൾ കണ്ട വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് മണ്ണിൽ ആ ഒരു കുന്തം പോലെ നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അത് മണ്ണിൽ നമ്മളിങ്ങനെ കുത്തി നിർത്തുക. അപ്പോഴാണ് ഇത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഡ്രോപ്പായിട്ട് വെള്ളം വീഴും ചെയ്യും. ഓൾവേസ് 24 hours മോയ്സ്ചറൈസ്ഡ് ആയിട്ട് നിൽക്കുകയും ചെയ്യും നമ്മുടെ ആ ഒരു മണ്ണ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇത് ഭയങ്കര ലീക്കാണ്, അതൊന്നിനും കൊള്ളില്ല. ഞാനിനി എന്തായാലും നാളെ ഒന്നും കൂടി നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഡ്രിപ്പായിട്ട് പോണത്, ഡ്രിപ്പ് ഇങ്ങനെ നമ്മൾ വിചാരിച്ച ഡ്രിപ്പല്ല പോണത്, വേറൊരു തരത്തിലുള്ള ഡ്രിപ്പാണ് പോണത്. അത് ഞാൻ പിന്നെ ഇൻസുലേഷൻ ടൈപ്പൊക്കെ എടുത്ത് ഇൻസുലേഷനൊക്കെ ചെയ്ത് നോക്കി. പക്ഷെ രക്ഷയൊന്നുമില്ല. ഇതും ഇരുന്ന് പണിയണം ഇനി കുറച്ച് നേരം. അപ്പം ഞാൻ പണിയുന്ന വീഡിയോ അടുത്തതായിട്ട് ഇടാം കേട്ടോ. ഇതെന്തായാലും വേനൽക്കാലത്ത് നമുക്ക് വെള്ളത്തിൻ്റെ ലഭ്യത കുറവുണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളി പ്രൊഡക്റ്റാണ്. പക്ഷെ ഇതിനെന്തെങ്കിലും അൽക്കുലത്തെ പരിപാടികൾ നടത്തിയിട്ട് നമ്മൾ ഈ ബോട്ടിൽ അറ്റാച്ച് ചെയ്ത് സെറ്റ് ആക്കാം. ഇത് നമ്മൾ ആശേച്ചിയുടെ കടയിൽ നിന്ന് മേടിച്ച ഒരു ചെടിച്ചട്ടിയാണ് കേട്ടോ. 1200 സംതിങ് ആണ്. എനിക്ക് ഡിസ്കൗണ്ട് തന്നായിരുന്നു അവിടുത്തെ ചേട്ടൻ. ആക്ച്വലി എൻ്റെ ഈ ചെടി വെക്കുന്ന ചട്ടി ഉണ്ടല്ലോ, അത് നമ്മുടെ കാറ്റുകാലത്ത് ഞാനൊരു സൈഡിൽ വെച്ചപ്പോൾ കാറ്റ് കൊണ്ട് താഴെ വീണ് പൊട്ടിപ്പോയി. അതിൻ്റെ ഉള്ളിൽ നമ്മൾ വെയിറ്റ് ഇടാത്ത കാരണം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ മേടിച്ച ചട്ടി ഇത്തിരി എക്സ്പെൻസീവ് ആയതുകൊണ്ടും എനിക്ക് ആ പൂവ് ഇല്ലേ, റെഡ് കളറുള്ള പൂവ്, അതിന് ഒറിജിനൽ ഫ്ലവറായിട്ട് നിൽക്കുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ ജിഞ്ചർ പ്ലാന്റിൻ്റെ ഒരു കട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എനിക്ക് നമ്മുടെ വീട്ടിലിങ്ങനെ ഒരു പോസിറ്റീവ് എനർജി ഇങ്ങനെ വിതറി നിൽക്കുന്ന കാരണം കൊണ്ട് എനിക്ക് അതിനെ എന്താ പറയുക, പൊട്ടി പോവാതെ ഒരു സൈഡിൽ മൂലയിൽ ഇങ്ങനെ ആളിങ്ങനെ ഇരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്തു, അതിൽ കുറച്ച് മെറ്റലിട്ടു, തുണി ഇട്ടു ആദ്യം, എന്നിട്ട് മെറ്റലിട്ടു. എന്നിട്ട് മെറ്റലിൻ്റെ മുകളിൽ നല്ല ഭംഗിയുള്ള പെബിൾസ് ഉണ്ടല്ലോ, അതും കൂടി വെച്ച് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ പണികൾ എന്ന് പറയുന്നത്. ഒരു ദിവസം നമ്മൾ എന്തെല്ലാം ജോലികളാണ് ചെയ്യുന്നത്, നമുക്ക് ഇഷ്ടമുള്ള ജോലികൾ, അതായത് കഷ്ടപ്പാടൊന്നും ഇല്ലാതെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന എത്രയോ ജോലികളുണ്ട്. എല്ലാ ജോലികളും അങ്ങനെ വളരെ ഇഷ്ടത്തോടു കൂടെ ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റത്തേന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ചെടി എന്ന് പറയുന്നത്. എൻ്റെ അത്ര വലിപ്പമുള്ള ചെടിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഉള്ളിലത്തെ പൂക്കൾ. നമ്മൾ ഫെജിയുടെ അവിടെ നിന്നാണ് ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. അപ്പോൾ ഈസ്റ്റർ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. ശ്രീജ.